ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് i20 മാഗ്ന വേരിയൻ്റാണ്, 2025 വേരിയൻ്റാണ്. i20ക്ക് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് വരുന്നത് മാഗ്നയാണ്. ഇറ വേരിയൻറ്റ് 2025 ഇപ്പോൾ വരുന്നില്ല. അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ബേസ് വേരിയൻറ്റ് ഇപ്പോൾ ഹ്യുണ്ടായി ഇറക്കിയിരിക്കുന്നത്. 2025 വന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ i20 മാഗ്ന വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ i20യുടെ എല്ലാ വേരിയൻറ്റുകളുടെയും എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റെഡ് കളറാണ് i20യിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള കളറ്. i20യിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻറ്റ് എസ് വേരിയൻറ്റും എസ് ഓപ്ഷണൽ വേരിയൻറ്റുമാണ്. ഇപ്പോൾ ബേസ് വേരിയൻറ്റ് വേണ്ടവർക്ക് മിനിമം ഈ മാഗ്ന വേരിയൻറ്റെങ്കിലും എടുക്കേണ്ടി വരും. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാലജനായിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് തന്നെ ഹാലജനായിട്ട് പാർക്ക് ലൈറ്റ് കാണാം. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, അതും ഹാലജനാണ്. ഒരു ഫുൾ യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല, അതിന് പകരം ഒരു ജുവൽ ടൈപ്പിലുള്ള ഒരു പാർക്ക് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു DRL പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 170 mm ആണ് i20യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, i20യുടെ എല്ലാ വേരിയൻറ്റുകളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതിൽ ഒരു നോർമൽ വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെയൊക്കെ ഹ്യുണ്ടായുടെ ഒരു ലോഗോ. ഇത് 185, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. മാഗ്ന വേരിയൻറ്റിൽ ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് വരുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ആ ഒരു ബോഡി കളറിലാണ് നമുക്ക് മിറേഴ്സ് കാര്യങ്ങൾ കാണാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഇവിടെ ക്രോമ് കാര്യങ്ങളൊന്നും വരുന്നില്ല, പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. സൺ റൂഫ് എസ് ഓപ്ഷണൽ വേരിയൻറ്റോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കാണാം. വശങ്ങളിൽ നോക്കുമ്പോഴും എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. സ്പോർട്ട് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഈ താഴെ നമുക്കൊരു ബ്ലാക്ക് കളറിലുള്ള സ്കേർട്ടിങ് വിത്ത് i20യുടെ ബാഡ്ജിങ് കാണാവുന്നതാണ്. ഈ വേരിയൻറ്റിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്കേർട്ടിങ് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക് സ്പേസാണ്. ഫീച്ചേഴ്സിൽ മാത്രമാണ് കുറവ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോയിലർ വരുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ ലൈനിൽ വരുന്ന ആ ഒരു സ്പോയിലറും ഇവിടുത്തെ ഒരു വിങ്സും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കിൽ നിന്നുള്ളൊരു സ്പോർട്ടി ലുക്ക് നമ്മുടെ i20ക്ക് ലഭിക്കും. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ വാഷറോ ഡീഫോക്കറോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഹ്യുണ്ടായുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നടുക്കുള്ളൊരു റിഫ്ലക്റ്റേഴ്സ് കാണാം. ടെയിൽ ലൈറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് ഇൻഡിക്കേറ്റേഴ്സ്, ഇത് റിവേഴ്സ് ലൈറ്റ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിലും ഒരു സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യണം. i20യുടെ ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. വേരിയൻസിൻ്റെ ബാഡ്ജിങ് ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. 2 പാർക്കിംഗ് സെൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ്. അതിപ്പോൾ സ്പോർട്ട് വേരിയൻറ്റിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബൂട്ട് ലൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 311 ലിറ്ററാണ് ഈ ബൂട്ടിൻ്റെ ഒരു കപ്പാസിറ്റി പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡിംഗ് ലിപ്പ് കാണാം. നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള 185, 70 or 14 ഇഞ്ചിൻ്റെ വീലുകളാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്കോ സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കളറിലാണ് അത് വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്യുവൽ ടോൺ കളർ കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കംപ്ലീറ്റ്ലി. സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. നമുക്കിവിടെ 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിൽ വരുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. ടൂട്ടേഴ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഈ വേരിയൻറ്റിൽ മാനുവൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3 പെഡലുകൾ കാണാം. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ്, ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി i20 മാഗ്ന വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്പോർട്ട് മാഗ്ന സ്പോർട്ട് ഓപ്ഷണൽ ഇൻറ്റീരിയർ എന്ന ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു ഡ്യുവൽ ടോൺ കളറാണ് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ എൻ ലൈനിൽ മാത്രം ഫുൾ ബ്ലാക്ക് കളറിലുള്ള ഇൻറ്റീരിയറാണ്. അതെന്താണ് വളരെ സ്പോർട്ടി ലുക്ക് വരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഈ വേരിയൻറ്റിലെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് എല്ലാ വേരിയൻറ്റിലും കാണുന്നത് സെയിം 4 സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അതിൽ മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈപ്പർ, ഓട്ടോ വൈപ്പറിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ യൂണിറ്റാണ്. RPM മീറ്റർ, സ്പീഡോമീറ്റർ എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ടയർ പ്രഷർ വാർണിംഗ് പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ഈ ഒരു പാനൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഉള്ളതാണ്. ആ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക്, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 4 സ്പീക്കറോടുകൂടെ സിസ്റ്റമാണ്. റിവേഴ്സ് ക്യാമറ വരുന്നില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഇതിനകത്ത് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് സെൻട്രൽ സ്ക്രീനിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ റിവേഴ്സിലിട്ട് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിനകത്ത് കാണിക്കുന്നില്ല. നമുക്ക് റിവേഴ്സ് ക്യാമറ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ AC വെൻസിൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹസാർഡ് ലൈറ്റ്, മാനുവൽ AC കൺട്രോൾസാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർഡ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. വയർലെസ് S ഓപ്ഷൻ വേരിയൻറ്റ് തൊട്ടേ കൊടുത്തിട്ടുള്ളൂ. താഴെ ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു 5 സ്പീഡ് മാനുവൽ. അത് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലുള്ള സിൽവർ ഫിനിഷ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സെൻട്രൽ കൺസോളിന് ചുറ്റും എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ സ്പോട്ട് വേരിയൻറ്റിലൂടെ എല്ലാം ഒരു ക്രോം ഫിനിഷും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെ കാണാം. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ടോപ്പ് സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള സെൻറ്റർ ആംറസ്റ്റ് ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ വിത്ത് മിററാണ് സൺവൈസേഴ്സ്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലെ സൺവൈസസിൽ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെയാണ് ഈ ഒരു ബേസ് വേരിയൻറ്റ്. ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ഇതാണ്. ഇറ വരുന്നില്ല. മാഗ്ന വേരിയൻറ്റ് ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് ഓൾമോസ്റ്റ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഇവിടെ മാത്രമേ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. എന്തായാലും കൈ പിടിക്കുന്ന ഭാഗത്ത് ബ്ലാക്ക് ഫിനിഷ് വന്നത് ചെളി ആവാണ്ടിരിക്കും. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാൻ ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്കും AC വെൻസ് വരുന്നുണ്ട്. അതൊരു വളരെ നല്ല കാര്യമാണ്. 2 AC വെൻസ് കാണാം. ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ബക്കിൾ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഗ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം. സൺറൂഫൊന്നും വരാത്തത് കൊണ്ട് ഹെഡ് റൂം ഏകദേശം ഒരു 5-6 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് കാണാം. ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ സ്പ്രിംഗിലായിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റാണ്. ആകെപ്പാടെ എനിക്ക് തോന്നിയത് ഈ ഒരു ഹെഡ് റെസ്റ്റുകൾ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഒരു കംഫർട്ട്നെസ് കൂടുതൽ ലഭിച്ചതിന്. നമുക്ക് ബാക്കിൽ പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. 2025 മോഡൽ ഹ്യുണ്ടായി i20യുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അത് 2024 അപ്ഗ്രേഡ് ചെയ്തൊരു ഫീച്ചറാണ്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. സെയിം 1.2 ലിറ്റർ നമ്മളുടെ VT 4 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. ഒരു 88 HP അടുത്താണ് അത് പവർ വരുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രമാണ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എൻലൈനിലേക്ക് അറിയാമല്ലോ, അതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ വെന്യൂലൊക്കെ വരുന്ന ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ എഞ്ചിൻ വിത്ത് DCT വരെ അവൈലബിൾ ആണ്. i20യുടെ ഓട്ടോമാറ്റിക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് വേരിയൻ്റ് തൊട്ട് നമുക്ക് ഹൈ VT ആണ് വരുന്നത്. നല്ല അത്യാവശ്യം എന്താ പറയുക, ജിൽന്ന് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് തന്നെയാണ് i20ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ i20 കമ്പനി ക്ലെയിം ചെയ്യുന്ന 20 km/ലിറ്ററൊക്കെയാണ്. റിയൽ ലൈഫിലൊരു 13-നും 15-നും ഇടയ്ക്ക് നമുക്ക് ആവറേജ് പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മാഗ്ന വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2025 മോഡലിന് 9,30,000 രൂപയാണ്. 2024 കുറച്ച് വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. ആ വാഹനങ്ങൾ അവൈലബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് 8,50,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് ഏകദേശം 80,000 രൂപയുടെ ഓഫർ അവൈലബിൾ ആണ്. 8,50,000 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ളൊരു വാഹനം എൻ്റെ അഭിപ്രായത്തിൽ വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യുണ്ടായുടെ ഒരു ഡീറ്റെയിൽഡ് ഓഫർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. i20യുടെ 2024 മോഡൽ അവൈലബിൾ ആണോ എന്നറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൽദോസിൻ്റെ നമ്പർ
കൊടുക്കാം. മൂവാറ്റുപുഴയിലെ പോപ്പുലർ ഹ്യുണ്ടായിലുള്ള എൽദോസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ i20ൽ 2024 ഏതെല്ലാം വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്, എത്ര രൂപ ഓഫറിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും എന്ന് അപ്ഡേറ്റ് ചെയ്യും. 2025 വാഹനങ്ങൾക്ക് 1 രൂപ പോലും ഓഫർ അവൈലബിൾ അല്ല. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.